ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു അറബിക് സ്നാക്സ് പരിചയപ്പെടാം. നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഫലാഫൽ റോളും കഴിക്കാത്ത പ്രവാസികളായി ആരും തന്നെ കാണില്ല. അപ്പോൾ ഇനി ഫലാഫൽ കഴിക്കാൻ ഗൾഫിൽ പോകണമെന്നൊന്നുമില്ല. കാരണം വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇത് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. ഞാൻ ഇവിടെ 1.5 ഗ്ലാസ് കാബൂളി കടല അഥവാ വെള്ളക്കടല 12 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യം ഒരു സവോളയാണ്. ഇവിടെ ഒരു മീഡിയം സൈസ് സവോളയാണ് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. 2 പച്ചമുളകും 6 വലിയ വെളുത്തുള്ളി അല്ലിയും 1.5 പിടി മല്ലി ഇലയും ഞാൻ എടുത്തിട്ടുണ്ട്. പാർസ്ലി ലീവ്സ് അവൈലബിൾ ആണെങ്കിൽ നമുക്ക് അതും ഇതിലേക്ക് ഉപയോഗിക്കാവുന്നതാണ്. നമുക്കിതെല്ലാം കൂടി ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് എടുക്കാം. വെള്ളം ചേർക്കാതെ വേണം ഇത് നമ്മൾ അരച്ചെടുക്കുമ്പോൾ നമ്മൾ ചെറിയ തരികളോടുകൂടി വേണം അരച്ചെടുക്കാൻ. പേസ്റ്റ് രൂപത്തിൽ ആകരുത്. നമ്മൾ കൈകൊണ്ട് ഒന്ന് ഉരുട്ടി നോക്കുമ്പോൾ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന തരത്തിൽ ഇത് അരച്ചെടുക്കണം. ഇപ്പോൾ ഇത് അരച്ച് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും ചെറിയ തരിയോടുകൂടിയാണ് ഇത് ഞാൻ അരച്ചെടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ കൂടി ചേർക്കാനുണ്ട്. അത് നമുക്ക് ചേർക്കാം. നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. ചിലർ ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടേബിൾ സ്പൂൺ മൈദയും ചേർത്ത് കൊടുക്കാറുണ്ട്. അത് ഓപ്ഷണലാണ്. ഞാൻ ഇതൊന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല. മൈദ ചേർത്ത് കൊടുത്താൽ ഇതൊന്ന് ബൈൻഡ് ചെയ്ത് കിട്ടാൻ എളുപ്പമാണ്. മൈദ ചേർക്കാതെ തന്നെ എനിക്കിത് ഷേപ്പ് ചെയ്ത് എടുക്കാനായിട്ട് സാധിച്ചു. പൊട്ടിപ്പോവുകയൊന്നും ചെയ്തില്ല. നമുക്കിതൊന്ന് ഇതുപോലെ ഉരുട്ടിയെടുക്കാം. ഇനി ഇത് ചൂടായ എണ്ണയിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ ഇതിൻ്റെ പുറം ഭാഗം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവുകയും ഉൾഭാഗം വേകാതിരിക്കുകയും ചെയ്യും. എണ്ണയിലിട്ട് കൊടുക്കുമ്പോൾ ഇതുപോലെ ഒരു തവിയിലോ സ്പൂണിലോ വെച്ചിട്ട് വേണം ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാൻ. അല്ലെങ്കിൽ ഡയറക്റ്റ് ഇടുമ്പോൾ ഇത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതിൻ്റെ ഉൾഭാഗം ഗ്രീൻ കളറിലും പുറം ഭാഗം ബ്രൗൺ കളറിലുമാണ് ഇരിക്കുന്നത്. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തങ്ങെടുക്കാം. ഒരു സൈഡ് മൂത്ത് വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്ത് എടുക്കാം. അങ്ങനെ ബാച്ചസ് ആയിട്ട് ഫലാഫൽ ബോൾസ് എല്ലാം ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫലാഫൽ റോൾസ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാൻ കുബൂസ് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. കുബൂസ് തിരിച്ചു മറിച്ചുമിട്ട് ഒരു പാനിൽ ഒന്ന് ചൂടാക്കി എടുക്കാം. ഈ ചൂടാക്കിയ കുബൂസിലാണ് നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കേണ്ടത്. ഞാൻ ഇതിലേക്ക് മയണൈസ് ആണ് എടുത്തിട്ടുള്ളത്. ഇത് ഹോം മെയ്ഡ് മയണൈസ് ആണ്. ഇനിയും ഇതിലേക്ക് കെച്ചപ്പാണ് ആവശ്യം. ഞാൻ കുറച്ച് കെച്ചപ്പ് ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. കുറച്ച് കുക്കുംബറും തക്കാളിയും ലെറ്റ്യൂസും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ലെറ്റ്യൂസ് ഇല്ലാത്തവർക്ക് ക്യാബേജ് കട്ട് ചെയ്തെടുത്താൽ മതിയാകും. ഇനിയും ചൂടായ ഈ കുബൂസിലേക്ക് മയണൈസ് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫലാഫൽ ബോൾസ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുക്കാം. ഇനിയും ഇതിലേക്ക് കുറച്ച് തക്കാളിയും കുക്കുംബറും ലെറ്റ്യൂസും കൂടി ഒന്ന് വെച്ച് കൊടുത്ത് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മയണൈസും കുറച്ച് കെച്ചപ്പും കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇതുപോലെ റോൾസ് ആക്കാതെ ഫലാഫൽ നമുക്ക് മയണൈസിൻ്റെ കൂടെയോ ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെയോ ചേർത്ത് കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഈ ഫലാഫൽ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.